ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു പോഷക സമൃദ്ധമായ എരിശ്ശേരി കൂട്ടുമായിട്ടാണ്. നമ്മുടെ ചെറുപയറും ഓമയ്ക്കയും കൊണ്ട് വെച്ചിരിക്കുന്ന ഒരു അടിപൊളി എരിശ്ശേരിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. സമയം കളയണ്ട, നമുക്ക് നമ്മളുടെ എരിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഓമയ്ക്ക നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. ഇത് നമ്മളുടെ ചെറുപയറാണ്. ഇത് നമ്മൾ വെള്ളത്തിൽ നന്നായിട്ട് കഴുകി വാരി വെച്ചിരിക്കുന്നതാണ്. ഈ കുക്കറിലേക്ക് ഈ ചെറുപയറും ഈ ഓമയ്ക്കയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ വേവിച്ചെടുക്കാനുള്ള പ്ലാനിലാണ്. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 2 പച്ചമുളക് കീറിയിട്ടത്, അതുപോലെ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നമുക്ക് അടച്ചു വെച്ച് ഒരു 2-3 വിസിൽ കേൾപ്പിച്ചെടുക്കാം. ഇത് നമ്മളുടെ ഓമയ്ക്കയും ചെറുപയറും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് അലുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് കുറച്ച് തേങ്ങയും ഒരു 2 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ജീരകവും കൂടി ഇട്ടിട്ട് നമുക്കിതിൻ്റെ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കണം. അത് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല, സോറി. ഇതാണ് നമ്മുടെ അരപ്പ്. നമ്മൾ വെളുത്തുള്ളിയും ജീരകപ്പൊടിയും ഇട്ട് അരച്ചെടുത്തിട്ടുള്ളതാണ്. അത് ഇതിലുമായിട്ട് ഇട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒപ്പം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അത് നമുക്ക് ലൂസാക്കി എടുക്കാം. നമ്മുടെ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആകെ ബാക്കിയുള്ളത് നമുക്ക് കടുക് താളിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി നമ്മൾ കൊച്ചുള്ളി അരിഞ്ഞതും 4-5 വറ്റൽമുളകും കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാവുമ്പം കടുക് ഒഴിച്ച് നമുക്കിത് താളിച്ചെടുക്കാം. ഇതിൽ കുറച്ച് തേങ്ങയും കൂടി വറുത്ത് ഒഴിക്കുകയാണെങ്കിൽ അത് ഒരു വളരെ ടേസ്റ്റ് നമുക്ക് തരുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് തേങ്ങയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിക്കാം. നമ്മുടെ കടുക് താളിച്ചൊഴിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ തേങ്ങ ഓൾമോസ്റ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ അധികം നേരം ഗ്യാസ് ഓൺ ആക്കരുത്, കാരണം ഈ കറി തിളയ്ക്കാൻ പാടില്ല. ഇത് ഒഴിച്ച് കഴിഞ്ഞാൽ ഉടനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഒരു രക്ഷയില്ലാത്ത ഒരു എരിശ്ശേരിയാണ്. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ണാൻ. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് വെറുതെ പറയുമല്ല, നമ്മൾ അനുഭവസ്ഥരാണ്, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. നിങ്ങളിതെല്ലാം ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ അതീവ രുചിയോടുകൂടെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി എരിശ്ശേരി. അതും പോഷകത്തിൻ്റെ കലവറയാണ്. അത് ഓമയ്ക്കയും ചെറുപയറും കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഉപയോഗപ്രദമായിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.